ഇനി പറയൂ, ഇതെന്താ അല്ല, ഈ സ്ഥാപനം എന്താ ഈ സ്ഥാപനം? ഇതൊരു പകൽ വീട്. ഇത് തുടങ്ങിയതാരാ? നിങ്ങളാണോ? അതായത് ഇവിടെ കോർപ്പറേഷനിലൊക്കെ ലാലൂരൊക്കെ ഒരുപാട് തുണികളൊക്കെ ഇട്ടിട്ട് നല്ല കത്തിച്ചിട്ട് പ്രശ്നം ഉണ്ടായില്ലേ? കോർപ്പറേഷൻ അതായത് ജയമുത്തിപ്പീടിയ എന്ന് പറഞ്ഞ വാർഡ് കൗൺസിൽ വന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ഇവിടെ കൊണ്ടിട്ട് കത്തിച്ചു. ജനങ്ങൾക്ക് വണ്ടി വന്നിട്ട് അതൊക്കെ ഇവിടെ കോർപ്പറേഷൻ വേസ്റ്റുകള് പല ആരില്ലേ അവിടെ കുടില് കെട്ടി. അങ്ങനെ 9 മാസം സംബന്ധിച്ച ഈ പ്രായത്തില് 5-6 പ്രാവശ്യം ഇത് നിരാകാരി ഇരുന്നിട്ട് കോർപ്പറേഷൻ മധ്യത്തിൽ വന്നിട്ട് 30 സെന്റ് സ്ഥലം 20 ലക്ഷം രൂപ വരെ കെട്ടിടം പണിതുവന്ന് സ്വയം പറഞ്ഞു വയസ്സായിട്ടുള്ളവർക്കുള്ളൂ. അതായത് അതിന്റെ തൊട്ട് കന്യാസംബന്ധം 9 മാസം സമരം ചെയ്ത് നിരാകാരം ഞാൻ ഇരുന്നിട്ടാണ്. പിന്നെ മധ്യസ്ഥ വന്നിട്ട് 30 സെന്റ് സ്ഥലം കെട്ടിടം പണിതുവന്നുള്ള സ്വയം പറഞ്ഞു. ആ താക്കോൽ എന്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ തുറക്കണം. ചേട്ടന്റെ പേരെന്താ? പ്രാചീന പറഞ്ഞു കേട്ടില്ലേ? മക്കളെ അതിലത്തെ ജന്മന ഊമ്മ പ്രാചീന പറഞ്ഞു കേട്ടില്ലേ? അല്ല, പ്രാചീന പറഞ്ഞു കേട്ടില്ലേ? പുണ്യവതി. അതെ, എന്റെ പേരില് അവളുടെ പുണ്യവതി, അവളുടെ പേരില് ജീവിച്ച പ്രാചീന പുണ്യവതിയിലെ ജോലിച്ചേട്ടൻ പറയുന്ന ആള്. 160 വർഷം ഞാനും എന്റെ അപ്പന്റെ അപ്പനയച്ച 160 വർഷം കന്യാസമ്പടത്തില് ജന്മന ഊമ്മ. അയാളെ സംസാരിച്ചു ക്ലിയോപാട്ര പല പ്രാവശ്യം റോമിലേക്ക് എല്ലാ റെക്കാർഡും കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നിട്ടാണ് ഞാൻ ഇയാളെ ഇപ്പൊ സംസാരിക്കുന്നത്. അതല്ലേ 9ാമത്തെ വയസ്സില് അങ്ങനെ ഊട്ടുമുറി എന്ന് പറയും. അത് പറഞ്ഞിട്ടും 20 വയസ്സിന് മുകളിൽ പെൺകുട്ടികൾ വന്നിട്ട് കന്യാസം പഠിക്കുന്ന തള്ളമടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അപ്പന് വിശ്വസും കാര്യത്തിൽ സർവാധി രക്ഷാധികാരി എന്ന് പറഞ്ഞത് അന്ന് തിരിച്ചു പറഞ്ഞാൽ ആദ്യത്തെ ക്രിസ്ത്യാനി വിശ്വസ്തൻ അപ്പൻ്റെ അപ്പൻ പെങ്കുൺ വർമ്മ പട്ടാളക്കാരനായിരുന്നു. വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ആകെ എൻ്റെ അപ്പനെ കണ്ടിട്ടുള്ളത്. അന്ന് ചുറ്റോട് ചുറ്റും മതിൽ കെട്ടിയിട്ട് ഒരുപാട് 150 പെൺകുട്ടികൾ 100 കന്യാസ്ത്രീകൾ. അപ്പൊ അവിടെയുള്ള വിശ്വസ്തൻ ഞാൻ ജന്മനവും. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ തോമച്ചേട്ടൻ്റെ മകൻ ഊമെന്ന് പറഞ്ഞിട്ട് കയറ്റിയിട്ട് പറഞ്ഞത് ഉള്ളില് കൂട്ടുമുറി എന്ന് പറയും. അപ്പോൾ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റിയിട്ട് തന്നെ ഞാൻ ചെറിയ ലെറ്റർ കൊണ്ടിട്ട് അത് എപ്രാറ്റി പുണ്യാതിന് കേട്ടില്ലേ? അപ്പോൾ ഒരു ഇപ്പുറത്തെ ഷെയറിട്ടിട്ട് ഞങ്ങൾക്ക് ചോറ് വെച്ചൊന്ന് ഉണ്ടോളം പറയും. ആ കൂട്ടിപ്പറ്റി എടുക്കണോടുകൂടി എന്തായിരിക്കും അങ്ങ് ഒരു ഭരിക്കും തെന്നിൻ്റെ പട്ടിന്ന് പറയും. അപ്പോൾ മൂത്തും നഞ്ഞത്തൊക്കെ എറിയും. തന്നിട്ട് മിണ്ടിലിൻ്റെ പട്ടിക്ക് എത്തിക്കോട്ട് പിടിച്ചെല്ലാം കരിച്ചോ കുറയ്ക്കോ. അങ്ങനെ 9ാമത്തെ വയസ്സിൽ പട്ടിന്ന് പറഞ്ഞു. 9ാമത്തെ വയസ്സിൽ അതിന് എൻ്റെ പേരിൽ അവളെ പുണ്യവതിയാക്കി. അവളുടെ പേരിൽ ഇപ്പോഴത്തെ പിതാവ് തട്ടില്ലേ അങ്ങോട്ട് സ്വാധീനത്തില് പ്രാചീര് ബോഡി വെച്ചിട്ട് പള്ളിയകത്ത് വെച്ചിട്ട് ക്രിയാപ്പാട്ട റോമിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും 100 ആൾക്കാർ എന്റെ പേരിലാണ് അവളെ ആക്കിയിരുന്നത്. അത് അല്ല, ഞാന് റെക്കാർഡ് കൊണ്ടുപോയിട്ട് ക്രിയാപ്പാട്ട ജീവിച്ചിരിക്കുമ്പോ അനുഭവിച്ചാക്കി എന്റെ പേരിൽ റോമില് പോയിട്ട് ചെയ്യാറെന്ന് പറഞ്ഞത്. അതിനുശേഷം ഓരോരുത്തർ പല കാര്യങ്ങളും വന്നിട്ട് അങ്ങനെ ഞാൻ അവളെ പുതിയ അവളെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ജീവിതത്തിൽ ഇപ്പോൾ 80 വയസ്സിൽ പറഞ്ഞില്ലേ? ഇപ്പോൾ സ്പീഡും സംസാരം കേട്ടോ. 9 വയസ്സ് ഇപ്പൊ 80 കൊല്ലമായി വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ട്. നന്നായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാനില്ലല്ലോ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ ഇതാണ് പകൽ വീട്. ഇത് സീനിയർ സ്ഥാപക നേതാവ് 9 മാസം 9 കൊല്ല. എപ്പോഴും താക്കോല്. ഇത് എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? അത് 9 മാസം. 9 മാസം നിരാകാരം. ഈ പ്രായത്തില് നിരാകാരം ഭക്ഷണം ഇപ്പോൾ വന്നിട്ട് 15 കൊല്ലായി. 10 കൊല്ലമാണ് ഇത് എഴുതിയേക്കണം. അപ്പൊ ഇതാണ് തുടങ്ങിയത്. ഇത് ഒരു പകൽ വീട് എന്ന് പറയും അല്ലേ?
അപ്പൊ എല്ലാവരും ഈ ഇതിന് 10 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് ആക്കും. ടോട്ടൽ 10 മണിക്ക് ഞാൻ പറഞ്ഞു 10 മണിക്ക് തുറക്കുന്ന 4 മണിക്ക് അവസാനം. അതായത് പാരിപെടുന്നവരും വയസ്സായിട്ടുള്ളവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന കാര്യം അതൊന്നും പറയോ? വയസ്സായ ആൾക്കാരനെ ഇവിടെ എന്താ ചെയ്യാ? ഇവിടെ കൊണ്ടുവന്നാക്കും. വയസ്സായിട്ടുള്ളവർക്ക് എല്ലാവരും ചീട്ടുകൾക്ക് നേരം പോ പാട്ട് പാടാ, എല്ലാ സൗകര്യവും സന്തോഷം സ്നേഹമായിട്ട് പാട്ട് പാടാ. അതായത് ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല, ഒരു കുടുംബത്തങ്ങാണ്. ഇപ്പൊ ഇവിടെ 18 ആൾ 20 ഇന്നിപ്പോ 80-90 ആൾ വരും. അതായത് ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പാണ്. നേഴ്സുമാര് വരും, ഡോക്ടർ നേഴ്സുമാര് വരുന്നതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ തെരഞ്ഞെടുക്കാൻ വന്നപ്പോൾ ഡോക്ടറെ അയച്ചെന്ന് പറഞ്ഞ ജോലിച്ചേട്ടൻ കൂടെ രാജ്യത്താര അതിന്റെ കൺവീനർ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡോക്ടർക്ക് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണം, ഡോക്ടർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കണം. അതിന് ഇന്ത്യയിൽ സുഹൃത്ത് ഭാഗ്യദീപമായിട്ട്. അപ്പൊ ഇവിടെ എത്ര സ്ഥലമുണ്ട്? ഞാനൊന്ന് നോക്കട്ടെ. എന്റെ 100% കിച്ചൺ സുഖമില്ലാത്ത ആൾക്കാരുടെ അവരുടെ വന്നു. അപ്പൊ ഇതിനാ പറയാ പകൽ വീട്. ഇവിടെ അപ്പൊ ഇവിടെ ചീട്ടുകളി എല്ലാവരും ഇവിടെ വന്ന് ഒരു കൂടം. എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ രാവിലെ ചായ ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? മാഗി. ഓ ശരി ശരി ശരി, കാണാം. ഞങ്ങളും സീനിയർ സിറ്റിസൺ തന്നെയാണ്. ഇവിടെയൊക്കെ അതെ, ഇവിടെ ഊണ് റെഡി ആവണു. ഞാൻ വീഡിയോ എടുക്കണ്ട്, ഒരു ചെറിയ യൂട്യൂബിലിടാം. ഇവിടെ കോൺഫിഡന്റ് ഓറിയോണില് ബോംബെയിലായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നു. ഞങ്ങളും റിട്ടയർഡ് ആൾക്കാർ തന്നെയാണ്. അതെ. ഇവിടെ ഒരു അപ്പൊ ഇവിടെ രാവിലെ ചായ കൊടുക്കും. പിന്നെ ഉച്ചക്ക് ചോറ്, ഭക്ഷണം കോർപ്പറേഷൻ. എന്താവും അധികം? എന്താവും? പച്ചക്കറീന്ന് എന്താ പറയാ? മലക്കറിയാ? മലക്കറി കേട്ടിട്ടില്ലേ? പച്ചക്കറിന് മലക്കറി എന്ന് പറയും. മലക്കറി എന്ന് പറയും. അതെയാ, ഞങ്ങള് പച്ചക്കറി തൃശ്ശൂർക്കാരൊക്കെ പച്ചക്കറി എന്ന് പറയാം. ഞാൻ മാറ്റി പറഞ്ഞു മാത്രം. ഓക്കെ ഓക്കെ. വളരെ വളരെ സന്തോഷം ഇത് കാണുന്നത്. സുഹൃത്തുക്കളും എല്ലാവർക്കും ഒരു വിഷമമില്ലാണ്ട് ഭക്ഷണമെല്ലാം വെച്ച് വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യം. എന്നിട്ട് ഒരു സാമ്പാർ, പപ്പടം വറുത്തുണ്ട്, സാമ്പാർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ ഗാർഡനില് കളിക്കാൻ പറ്റുമോ? കുട്ടികള് ₹1 കോടി വെച്ചിട്ടുണ്ട് പാർക്കിങ്ങിന്. അതെ, ഒരു ഊഞ്ഞാല് ഇതൊക്കെ ഉണ്ട്. ഓ അതെ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇവിടെ പിള്ളേരും വരുമോ? ചെറിയ കുട്ടികൾ ഇല്ല. അപ്പൊ ഈ മുതിർന്ന ആൾക്കാർ ഇതിന്മേക്ക് ഇരിക്കുവോ? ആരും ഇരിക്കുന്നില്ല. ഊഞ്ഞാലിരിക്കാം. പക്ഷെ കോർപ്പറേഷൻ നല്ല സഹായിക്കോ? കോർപ്പറേഷൻ ഒന്നുമില്ല, വരുന്നവര് ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും. പക്ഷെ അതൊരു നല്ല കാര്യം. എന്തായാലും ഈ സ്ഥാപനം, ഐ മീൻ ഇത് കെട്ടിടം പണിതത് കോർപ്പറേഷൻ. പിന്നെ അത് ചേട്ടൻ ഇപ്പം നടത്തി കൊണ്ടുവരും. വെരി ഗുഡ്, നല്ല കാര്യം, വളരെ സന്തോഷമായി. താങ്ക് യു. ഇത് ഒല്ലൂരാണ്, കോർപ്പറേഷൻ ഓഫീസിന്റെ അടുത്ത് തന്നെ. നല്ലൊരു സ്ഥാപനം. അതെയാ, ഞങ്ങൾ ആക്ച്വലി ടാക്സ് അടയ്ക്കാൻ വന്നതാണ്. ഇത് എവിടെയാ സ്ഥലം എന്ന് കാണാണ്ട് ഇപ്പൊ വന്നു. ശരി ശരി കേട്ടോ, ഓക്കെ. അപ്പൊ ചേട്ടന് മുഖം കണ്ടിട്ട് നിർത്താം.